അനാമികയാണെങ്കിൽ ഇപ്പൊ ദേവയാനിയെ നോക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നവ്യാണ് എല്ലാ കാര്യങ്ങളും ദേവയാനിയുടെ ചെയ്തു കൊടുക്കുന്നത്. ആദ്യമൊക്കെ നവ്യ ചെയ്യുന്നതില് ദേവയാനിക്ക് അത്ര ഇഷ്ടമൊന്നും കാണില്ല. എന്നാലും പിന്നീട് ആരും നോക്കാനില്ല എന്ന് കാണുമ്പോൾ വേറെ പരാതികളൊന്നും ഇല്ലാതെ ദേവയാനി മിണ്ടാതെ കിടക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഓരോ തവണ ഭക്ഷണം കൊടുക്കുമ്പോഴും വേണ്ട മരുന്നുകൾ കൊടുക്കുമ്പോഴും ഒക്കെ നവ്യയോട് നല്ല രീതിയിലാണ് ദേവയാനി സംസാരിക്കുന്നത്. അങ്ങനെ നവ്യ ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മായി ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവും. കുറച്ച് ദിവസമായില്ലേ നയന അങ്ങോട്ട് പോയിട്ട്. നയനെക്കുറിച്ച് ഒരു വിവരവും ഞാൻ വിളിച്ചാലാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അമ്മായിക്ക് വൈകിട്ട് കഴിക്കാനുള്ള മരുന്ന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തിന് മരുന്ന് കഴിക്കണം. ഭക്ഷണമൊക്കെ ഞാൻ മീനാക്ഷിയോട് പറഞ്ഞിട്ടുണ്ട്, അവള് നോക്കിക്കോളും എന്നും പറഞ്ഞ് നവ്യ ഇറങ്ങാൻ നേരത്ത് ദേവയാനി പറയുന്നുണ്ട്, നീ നിന്റെ വീട്ടിലോട്ട് പോകുന്നതൊക്കെ ശരിയാ, എന്നാ നിന്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരരുത്. എനിക്ക് അവളെ കാണണ്ട. അവൾ ഈ വീട്ടിലില്ലാത്തതാ എനിക്ക് സമാധാനം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട എന്ന് കർശനമായിട്ട് ദേവയാനി നവ്യയുടെ അടുത്ത് പറയണം. അമ്മായി പറഞ്ഞതിന് മറുപടിയൊന്നും നവ്യ കൊടുക്കുന്നില്ല. ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. നവ്യ മുത്തശ്ശിന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറയുന്നുണ്ട്, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അച്ഛനെയും അമ്മയെയും നന്ദുവിനെയും ഒക്കെ എനിക്കൊന്ന് കാണാൻ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല നയന അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് അവരാരും ഫോൺ എടുക്കുന്നില്ല മുത്തശ്ശ. അതുകൊണ്ട് ഞാനൊന്ന് പോയി കാണട്ടെ. ഞാൻ മോളുടെ അടുത്ത് ചോദിക്കണമെന്ന് കരുതിയതാ. ആദർശ് വന്ന് പറഞ്ഞു നയന ഇനി കുറച്ചു ദിവസം അവളെ വീട്ടിൽ നിൽക്കുവാണെന്ന്. എന്താണെന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും ആദർശ് പറഞ്ഞില്ല. ഞാൻ എന്തായാലും മോളോട് ചോദിക്കാന്ന് കരുതിയതാ. മോൾക്കും അറിയില്ല അല്ലേ? എന്തായാലും മോള് പോയിട്ട് വാ. എന്നിട്ട് വിവരം പറയാനായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നയനയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നന്ദു എടുത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. കനക നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ആദർശ് വിളിച്ചിരുന്നോ? ഇല്ല, ഇന്നലെ വിളിച്ചതാ, ഇന്ന് വിളിച്ചിട്ടില്ല. തിരക്കായിരിക്കും. ഓഫീസിലെ കാര്യം എല്ലാം നോക്കേണ്ടതല്ലേ. മോളുടെ അമ്മായിമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ആദർശ് പറഞ്ഞോ? അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാലും മോളെ, ഇത്ര വലിയ ത്യാഗം നീ ചെയ്തിട്ടും അത് നിന്റെ അമ്മായിമ്മ അറിയാതെ പോയല്ലോ. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അമ്മേ ഇക്കാര്യം ചെയ്തത്. എന്തായാലും അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, അത് തന്നെ എനിക്ക് സമാധാനം എന്ന് നയന പറയണം. ഇതൊന്നും അറിയാതെ നവ്യ അങ്ങോട്ട് കയറി വരികയാണ്. നയനയെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ നവ്യ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ നയനയ്ക്ക് എന്താ പറ്റിയേ? എന്താ നയനെ, നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ വന്ന് നവ്യ ചോദിക്കുകയാണ്. കനകയ്ക്കും നന്ദുവിനും എന്താ പറയണ്ടേന്നറിയാതെ നിൽക്കുമായിരിക്കും. അങ്ങനെ നവ്യ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ നന്ദു, നീയെങ്കിലും പറ, എന്താ ഇവൾക്ക് പറ്റിയേ? ഞാൻ ഒരുപാട് വട്ടം നിന്നെ വിളിച്ചതല്ലേ, നീ എന്താ ഫോൺ എടുക്കാത്തെ എന്നൊക്കെ നവ്യ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാനോ? അതിന് നയനയ്ക്ക് എന്താ പറ്റിയേ? എന്താ അമ്മേ, എന്താ കാര്യം? പറ നയനെ, നിങ്ങളൊക്കെ എന്താ എന്നിൽ നിന്നിങ്ങനെ മറച്ചു വെക്കുന്നേ? എന്താ കാര്യം? നിനക്ക് എന്താ സംഭവിച്ചേ എന്നൊക്കെ നയനയുടെ അടുത്തും നവ്യ ചോദിക്കാണ്. അങ്ങനെ അവസാനം നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ലിവർ കൊടുത്തത് ഞാനാണെന്ന്. ഇത് കേട്ട് നവ്യ ആകെ ഞെട്ടുന്നുണ്ട്. എന്താ നീ പറഞ്ഞേ? അമ്മായിക്ക് ലിവർ കൊടുത്തത് നീയാണെന്നോ? എന്നിട്ട് ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ലിവർ കൊടുത്ത അമ്മ പോലും ഞാനാ തന്നേന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആദർശേട്ടനും അച്ഛനും പിന്നെ നന്ദും അമ്മയും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം അച്ഛനോടടക്കം പറഞ്ഞത്. ഇതൊന്നും അറിയാതെ അമ്മ ഇപ്പോഴും നിന്നെ ഇങ്ങനെ തള്ളി പറഞ്ഞോണ്ടേ ഇരിക്കുക. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞത് അവളെ കൂട്ടി ഇങ്ങോട്ട് വരരുതെന്നാ. അത്രയും ദേഷ്യത്തിലാ നിന്നോട് ഇപ്പോഴും. പിന്നെന്താ ഇക്കാര്യം അമ്മായി അറിയിക്കാത്തത്? ആദർശേട്ടനോട് പറയായിരുന്നില്ലേ അമ്മായിയോട് പറയാനായിട്ട്? ലിവർ തരാൻ പോകുന്നത് ഞാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ അതിന് സമ്മതിക്കില്ലായിരുന്നു. അത്രയും ദേഷ്യല്ലേ എന്നോട് എന്ന് കരുതിയിട്ട് അമ്മായി ഇത് അറിയണ്ടേ? ഞാൻ എന്തായാലും ഇത് അമ്മായിയുടെ അടുത്ത് പറയും. അയ്യോ ചേച്ചി എന്താ ഈ പറയുന്നേ? വേണ്ട ചേച്ചി, ആദർശേട്ടനും അച്ഛനും പറയട്ടെ, അപ്പോ അമ്മ അറിഞ്ഞാ മതി. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത്രയും വലിയൊരു ത്യാഗം നീ അമ്മായിക്ക് ചെയ്തിട്ട് അത് അമ്മായി അറിയാതിരിക്കുന്ന എങ്ങനെയാ? ഞാൻ എന്തായാലും പറയും. പിന്നെ അവിടെ എല്ലാവരും കരുതിയിരിക്കുന്നത് നീ അമ്മായിയെ നോക്കേണ്ടി വരും, വീട്ടുജോലി ചെയ്യുന്ന മടിക്ക് വേണ്ടിയിട്ടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നാ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്മായി നിന്നെ സ്വീകരിക്കും, നിന്നൊരു മോളെ പോലെ തന്നെ നോക്കും, അതെനിക്ക് ഉറപ്പാ. വേണ്ട ചേച്ചി, അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് അമ്മ അറിഞ്ഞാൽ മതി. ചേച്ചിയായിട്ട് പോയി പറയണ്ട. ഈയൊരു കാര്യം നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ. എന്തിനായിരുന്നു നന്ദു? നിനക്കെങ്കിലും എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ? ചേച്ചി അത് പിന്നെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ കാരണാ പിന്നെ ചേച്ചിയെ അറിയിക്കാത്തത്. ചേച്ചിയുടെ ഈ സാഹചര്യത്തിൽ ചേച്ചി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി.
അല്ലെങ്കിലേ അഭിയേട്ടനുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാ. ഇനി ഇതും കൂടെ അറിഞ്ഞ് ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാ ഞങ്ങൾ ആരും പറയാതിരുന്നത്. അവര് ചിന്തിക്കുന്നൊന്നുമല്ല ശരിയെന്ന് നയനെ നിനക്ക് പറയണ്ടേ? നീ എന്തായാലും എല്ലാം തുറന്നു പറയണം. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലും ആദർശേട്ടനോട് നീ പറയണം, അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട്. ചേച്ചി അത് ഞാൻ പറഞ്ഞോളാം. ചേച്ചിയായിട്ട് അവിടെ പോയിട്ട് ആരോടും പറയരുത്. മുത്തശ്ശനോടും മുത്തശ്ശിയോട് പോലും ചേച്ചി പറയരുത്. മോളെ വാ, നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് കനക നവ്യയെ അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ്. പിന്നീടാണെങ്കിൽ നവ്യ അനന്തപുരിയിലോട്ട് എത്തുന്നുണ്ട്. ആകെ ഒരു ഷോക്കിലായിരിക്കും നവ്യ. ആദ്യം തന്നെ ചെല്ലുന്നത് ദേവയാനിയുടെ റൂമിലോട്ടായിരിക്കും. ദേവയാനിയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. ദേവയാനിയെ നോക്കി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അമ്മായി ഇതൊന്നും അറിയുന്നില്ലല്ലോ. അമ്മായി ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത് എന്റെ അനിയത്തി കാരനാണെന്ന്. എന്തായാലും അവളുടെ മനസ്സ് അത് വേറെ ആർക്കും ഉണ്ടാവില്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയായിരിക്കും മനസ്സിൽ. അങ്ങനെ പിന്നീട് നവ്യ റൂമിലോട്ട് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം വല്യമ്മയ്ക്കുള്ള മരുന്നെല്ലാം എടുത്തു കൊടുക്കാനായിട്ട് ദേവയാനിയുടെ റൂമിലോട്ട് ചെല്ലാണ്. ഇന്നലെ വല്യമ്മേ ഞാൻ വന്ന സമയത്ത് നല്ല ഉറക്കായിരുന്നു. പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാതിരുന്ന് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഞാനിന്നലെ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്ന് ദേവയാനി പറയാണ്. അല്ല വല്യമ്മയ്ക്ക് മരുന്ന് കഴിക്കണ്ടേ? ഇതാ മരുന്ന്, വെള്ളം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് നവ്യ അടുക്കളയിലോട്ട് പോവാണ്. എന്നാ ഈ സമയത്ത് നയനെ വിളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ നയനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ. പിന്നെ വല്യമ്മയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് നിന്നെ വിളിക്കാമെന്ന് കരുതിയതാ. എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നവ്യ ചോദിക്കുകയാണ്. ഇല്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നേരത്തിന് മരുന്നൊക്കെ കഴിക്കണം. നിന്റെ ശരീരം നല്ല പോലെ നോക്കണം. ചേച്ചി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയുടെ കാര്യങ്ങള് ചേച്ചി പറ്റുന്ന രീതിയിൽ നോക്കണം. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് നയനെ. വെള്ളം എടുക്കാൻ പോയ നയനയെ കാണാനില്ലല്ലോ എന്ന് ഓർത്ത് ദേവയാനി അടുക്കളയിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നവ്യ ഫോൺ ചെയ്ത് നിൽക്കുമായിരിക്കും. ഇവളിത് ആരോട് സംസാരിക്കുന്നതെന്ന് നോക്കാനായിട്ട് പതിയെ നമ്മുടെ ദേവയാനി അടുത്തോട്ട് വരികയാണ്. അപ്പോഴായിരിക്കും നയനയെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്. ഓ, അവളവളുടെ അനിയത്തിയെ വിളിച്ച് സംസാരിക്കുക. എന്തായാലും എന്നാ പറയുന്നതെന്ന് നോക്ക എന്ന് കരുതി ദേവയാനി അവിടെ നിൽക്കുന്നുണ്ട്. എന്നാ നയന ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മായിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇടയ്ക്ക് ചെറിയൊരു ക്ഷീണം. ഏതു നേരം ഇങ്ങനെ കിടക്കുക തന്നെയാ. മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. ഇളയമയും അപ്പച്ചിയും അനാമികയും ഒക്കെ അവിടെ ഇല്ലേ? അവരൊക്കെ ഇവിടെയുണ്ട്. എന്നാലും അനാമിക ഇപ്പൊ റൂമിലോട്ടൊന്നും വരാറില്ല. അവൾക്ക് പണിയെടുക്കാൻ നല്ല മടിയാ. നീ ഇവിടെ ഉള്ളപ്പോ അടുക്കള ജോലിയൊക്കെ നീയല്ലേ ചെയ്തിരുന്നത്? 2 ദിവസം അടുക്കള ജോലിയും അമ്മയെ നോക്കലും എല്ലാം കൂടി ആയപ്പോ അവൾക്ക് മടി പിടിച്ചു. പിന്നീട് വെയ്യായെന്നും പറഞ്ഞ് 2 ദിവസമായി റൂമ് കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചേച്ചി ഭക്ഷണക്കാരെയൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് കഴിക്കണം. ഞാനുള്ളപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നില്ലേ? പിന്നെ എല്ലാവരും തരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കണ്ട. അവിടുത്തെ കാര്യങ്ങൾ ചേച്ചിക്ക് നന്നായിട്ട് അറിയുന്നല്ലേ? എന്തു ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാ. അതൊക്കെ ഞാൻ നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞാനും കഴിക്കുന്നത്. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും മാറ്റി വെച്ചാൽ ഞാനത് കഴിക്കാറില്ല. എന്തായാലും നീ നിന്റെ ശരീരം നല്ല പോലെ നോക്ക്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്കിപ്പോൾ വേണ്ടത് വേണ്ട റെസ്റ്റാ. നീ ഇത്രയും വലിയൊരു കാര്യം അമ്മായിക്ക് ചെയ്തത് അമ്മായി അറിഞ്ഞിട്ടില്ല. എന്തായാലും നീ തിരികെ ആരോഗ്യത്തോടെ ഇങ്ങോട്ട് വരണം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അമ്മായിയോട് തുറന്നു പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, സമയമാകുമ്പോൾ പറയാം. എന്നാ വല്യമ്മയ്ക്ക് നീ ലിവർ കൊടുത്തെന്ന് വല്യമ്മ അറിഞ്ഞ എങ്ങനെയാ പ്രതികരിക്കാന്ന് ഓർത്താണെങ്കിൽ നീ അതൊന്നും ചിന്തിക്കണ്ട. എല്ലാം തുറന്നു പറയണം. മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? വല്യമ്മയാണെങ്കിൽ ഇപ്പോഴും ആ അനാമികയെ തന്നെയാ മരുമകളായി കാണുന്നത്. അത് മാറി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും നയനെ. നീ എന്തായാലും വിഷമിക്കാതിരിക്കുക എന്നൊക്കെ നവ്യ പറയാണ്. ഇതൊക്കെ കേട്ട് ദേവയാനിയൊക്കെ തരിച്ചു നിൽക്കുമായിരിക്കും. എനിക്ക് ലിവർ തന്നത് നയനയാണെന്നോ? അപ്പോ അതുകൊണ്ടാണ് അവൾ അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഞാൻ അവളെ തെറ്റിദ്ധരിച്ചല്ലോ. അവളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പൊട്ടിക്കരയുമായിരിക്കും.